എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഏതായാലും ആദർശ് ഭയങ്കര ടെൻഷനിലാണ്. ഡേവിഡ് അത്യാവശ്യം ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. സാരമില്ല, ഇനിയും ഡീലുകൾ വരുമല്ലോ, ഇന്ന് എൻ്റെ സമയമായിരുന്നു, അതുകൊണ്ട് എനിക്ക് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയുന്നു ആദർശ്. എന്നിട്ട് പോവുകയാണ് അവിടുന്ന്. ഭയങ്കര വിഷമമാണ് കേട്ടോ. ആദർശ് പോയി കഴിയുമ്പം ഡേവിഡ് അവിടെ ഉണ്ടായിരുന്ന വേറെ ഒരു മലയാളിയുണ്ട്, കുര്യൻ ജ്വല്ലറി എന്ന് പറഞ്ഞ ഒരു ജ്വല്ലറിയുടെ ഉടമ. അയാളോട് പറയുന്നുണ്ട് ആദർശ് ആകെ ടെൻഷനിലാണ്, പക്ഷെ തകർന്നിട്ടൊന്നുമില്ല, ആകെ വിഷമമാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുവാണ്. അന്നേരം അങ്ങേര് പറയുന്നുണ്ട് ഇങ്ങനെയൊരു ഡീൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും മൂർത്തി ജ്വല്ലറിയാണ് അത് ഉറപ്പിക്കാറുള്ളത്. ഈ പ്രാവശ്യം മാത്രമാണ് ഇങ്ങനൊരു മാറ്റം വന്നത് എന്ന് പറയുമ്പം മാറ്റം ഉണ്ടാകണമല്ലോ, എന്നും ഒരാൾ തന്നെ ഒന്നാം സ്ഥാനത്ത് ഇരിക്കണമെന്നൊന്നും ഇല്ലല്ലോ. നല്ലൊരു മത്സരമാണ് ഞങ്ങളിപ്പോൾ അവരുമായിട്ട് കാഴ്ചവെക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ദുബായിൽ അവർ ഞങ്ങൾക്ക് താഴെ പോയത്. അതേ മത്സരം ഇനി മുംബൈയിലും കേരളത്തിലും ഒക്കെ നടക്കും. അതാണ് ഇനി മുന്നോട്ട് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പം ഭയങ്കര സന്തോഷമാണ് കുര്യന്. കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അന്നേരം ഡേവിഡ് പറയുന്നുണ്ട് ഇനി ഞങ്ങളുടെ ഓഹരി ഉയർന്നു വരികയും മൂർത്തി ജ്വല്ലറിയുടെ ഓഹരികൾ ഇടിയാനും തുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അയാൾക്ക് സമാധാനമായി, സന്തോഷമായി. ഇനി നാഗേന്ദ്രൻ സാറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം എന്ന് ഡേവിഡ് മനസ്സിലോർക്കുന്നുണ്ട്. ഈ സമയം ആദർശ് ഹോട്ടലിൽ നിന്ന് ആകെ വിഷമിച്ച് ഇറങ്ങി വരുന്നു. പോയേക്കാൾ സ്പീഡിൽ തിരിച്ചു വന്നതുകൊണ്ട് ഡ്രൈവർ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സാർ, പെട്ടെന്ന് വന്നല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം താൻ കൂടുതൽ സംസാരിക്കേണ്ട, വണ്ടി എടുക്കുക ഹോട്ടലിലേക്ക് എന്ന് പറഞ്ഞാൽ ഡ്രൈവറോട് ദേഷ്യപ്പെടുന്നുണ്ട്. അയാളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും ആ വണ്ടിയിൽ കയറി ഹോട്ടലിൽ വരുന്നു. റൂമിൽ വന്നതിന് ശേഷം ഇങ്ങനെ ആലോചിക്കുവാണ് എവിടെയാണ് അബദ്ധം പറ്റിയത് എന്ന്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ച് കഴിയുമ്പോഴാണ് ആ പെൺകുട്ടിയെ പറ്റി, PR ആയിട്ട് വന്ന ആ പെൺകുട്ടിയെ പറ്റി ആലോചിക്കുന്നത്. അപ്പോൾ തന്നെ സ്റ്റാൻലി മാർട്ടിൻ്റെ മുംബൈയിലെ ഓഫീസിലേക്ക് വിളിച്ച് ചോദിക്കുവാണ് നിങ്ങൾ ഇവിടെ ഹോട്ടലിൽ എന്നെ നോക്കാനായിട്ട് ആദ്യമേ പരിചയപ്പെടുത്തിയിട്ടോ, ഞാൻ മൂർത്തി ജ്വല്ലറിയിൽ ആദർശാണ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഗ്രീന എന്ന് പറയുന്ന ഒരു PROയെ നിയമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. അന്നേരം അവർ പറയുന്നുണ്ട് അങ്ങനെ ഒരു PROയെ ഞങ്ങൾ ആരും നിയമിച്ചിട്ടില്ല, ഞങ്ങളുടെ മുംബൈയിലെ PRO ഒരാണാണ്, അയാൾ ഏതോ ഒരു പേര് ഒരു പട്ടേലാണ് എന്ന് പറയുന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയെ നിയമിച്ചിട്ടില്ല എന്ന് പറയുമ്പം ആദർശനാകെ വിഷമമാട്ടോ. അതിൻ്റെ കൂടെ തന്നെ അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയൊരു ഡീൽ നടന്നിട്ട് സാറെന്തിനാ താമസിച്ചു വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ആദർശ് പറയുന്നുണ്ട് ഞാൻ മനഃപൂർവ്വം താമസിച്ചതല്ല, ഇതിനിടയ്ക്ക് എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് എന്ന് എനിക്കിപ്പം മനസ്സിലായി എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് ഫോം വയ്ക്കുവാണ്. ഫോം വെച്ചിട്ട് ആകെ വിഷമം ആദർശ് നേരെ റിസപ്ഷനിലോട്ട് ചെല്ലുന്നു. എന്നിട്ട് റിസപ്ഷൻ ചോദിക്കുന്നുണ്ട് ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പം എന്നെ വെൽക്കം ചെയ്ത ആ പെൺകുട്ടി സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയുടെ PR ആയിരുന്നോ എന്ന് ചോദിക്കുവാണ്. അന്നേരം അവർ പറയുന്നുണ്ട് അതറിയില്ല, അവർ രാവിലെ തന്നെ വെക്കേറ്റ് ചെയ്ത് പോയി, 6 മണിയായപ്പോഴേ പോയി, ഇന്നലെയാണ് റൂം എടുത്തത്, ജ്വല്ലറിയുടെ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് ഇവിടെ താമസിക്കുന്നത് എന്നാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് അത്രയൊക്കെ അറിയത്തുള്ളൂ എന്ന് പറയും. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട് ഇവിടെ വേറെ ജ്വല്ലറി എന്നുള്ള ആൾക്കാർ വേറെ താമസിക്കുന്നുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ആദർശ് മാത്രമേ ഉള്ളെന്നാട്ടോ പറയുന്നത്. അന്നേരം ആദർശ് ചോദിക്കും പക്ഷേ ഞാൻ ഇന്നലെ വന്നപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ സംസാരിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അവർ പറയും റിസപ്ഷനിൽ ഇരിക്കുന്ന ആ പെൺകുട്ടി പറയും എനിക്ക് അതിനെപ്പറ്റിയൊന്നും കൂടുതൽ അറിയത്തില്ല സാർ എന്ന് പറയുന്നു. അന്നേരം ആദർശിന് മനസ്സിലായി നല്ല ഒന്നാന്തരം പണിയാണ് കിട്ടിയത് എന്ന്. ആകെ വിഷമിച്ച് നിൽക്കുന്നു. എങ്ങനെ മുത്തശ്ശനെ ഫേസ് ചെയ്യും എന്നതാണ് ഇനി ആദർശിൻ്റെ ഒരു വിഷമം. പിന്നെ കാണിക്കുന്നത് നയനയൊക്കെയാണ്. ഇവർ വ്രതവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് ഇരിക്കുവാണ്. അവിടുന്ന് ആദർശ് വിളിക്കാൻ വേണ്ടി. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് കനക വരും. എന്നിട്ട് ചോദിക്കും നിങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, നമ്മുടെ ആദർശ് മോനല്ലേ അങ്ങോട്ട് പോയേക്കുന്നത്, അവിടുന്ന് ഡീൽ ഉറപ്പിച്ചിട്ടേ മോൻ വരുവോളൂ ഉറപ്പായിട്ടും എന്നൊക്കെ പറഞ്ഞ് ആദർശിനെ ഒന്ന് പൊക്കി പറയുന്നു. അന്നേരം ദേവേനി പറയുന്നുണ്ട് ആദർശിന് കഴിവുണ്ട്, അത് എനിക്ക് നല്ല ഉറപ്പാണ്, പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല, ഇവൻ ഇതിനു മുമ്പ് പല ഡീലുകളും ഉറപ്പിക്കാൻ പോയപ്പോൾ ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. കാരണം അന്ന് മൂർത്തി ജ്വല്ലറിക്ക് പ്രത്യേകിച്ച് മത്സരങ്ങളൊന്നുമില്ലായിരുന്നു, ഓപ്പോസിറ്റ് ശക്തികളായിട്ട് ആരും നിൽപ്പില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഓപ്പോസിറ്റ് നല്ലൊരു ചതി നടക്കുന്നുണ്ട്, ആ ചതിയിൽ അവൻ പെട്ടുപോകുമോ എന്നാണ് ഞങ്ങൾക്ക് പേടി. കാരണം ശരിക്കും അന്ന് അച്ഛന് നല്ലൊരു ഹോൾഡ് ദുബായിലില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എൻ്റെ മകൻ ജയിലിൽ കിടന്നേനെ എന്നൊക്കെ പറഞ്ഞ് ദേവേന് കുറേ സങ്കടങ്ങളൊക്കെ പറയുമ്പം കനക പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് ഈ വീട്ടിലെ ഒരു കുറുക്കനാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. അന്തേക്കും നമ്മുടെ നയന പറയുവാണ് ആ സംശയം ഞങ്ങൾക്കും ഉണ്ട്, പിന്നെ വേറെ എന്ത് ചെയ്യാം, എൻ്റെ ചേച്ചിയെ ഓർത്താണ് ഞങ്ങൾ ക്ഷമിക്കുന്നത് എന്നൊക്കെ നയന പറയും. അന്നേരം ദേവേനിയും പറയുന്നുണ്ട് ക്ഷമിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ഞങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞു, ശരിക്കും ആരുമില്ലാത്ത ജലജയെ എടുത്തു വളർത്തിയതാണ് അച്ഛൻ, അതിൻ്റെ
നന്ദി പോലും അവൾ കാണിക്കുന്നില്ല. ഇപ്പോൾ ഈ സംഭവിക്കുന്നതെല്ലാം ഞങ്ങൾ പലപ്പോഴും കണ്ടില്ല എന്ന് നടിക്കുന്നത് നവ്യയ്ക്ക് വേണ്ടി മാത്രമാണ് എന്നൊക്കെ ദേവേനെ പറയുക. അന്നേരം കനക് പറയുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലാവും, ശരിക്കും അവളോട് സത്യങ്ങളെല്ലാം വിളിച്ചു പറയാൻ വേണ്ടി ഞാൻ ഒരിക്കൽ വന്നതല്ലേ, അന്നേരമല്ലേ അവൾ എന്നോട് മനസ്സ് തുറന്നത്. ആ സത്യം അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ അവളുടെ സ്വന്തം ശരീരം പോലും വേണ്ടെന്ന് വെക്കും. അതുപോലെ ജലജയും അഭിയനെയും ഒന്നും ജീവിക്കാൻ അനുവദിക്കുകയില്ല. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ നയനമോളായിരുന്നെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞേനെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവൻ ഇങ്ങനെ ഒക്കെ ആയിപ്പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് കനക സങ്കടം പറയുന്നു. സാരമില്ല, അടിവേര് പറഞ്ഞ് ഉള്ളതെല്ലാം ഒലിച്ചു പോകുമ്പോഴും ചേച്ചിയുടെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് നമ്മുടെ നയന. ഏതായാലും അവർ ആദർശ് വരുന്നതും ആ ഡീൽ ഉറപ്പിച്ചു എന്നുള്ളൊരു സന്തോഷ വാർത്ത പറയുന്നതും ആഗ്രഹിച്ചു നോക്കിയിരിപ്പുണ്ട്. ഈ സമയം നാഗേന്ദ്രൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം നാഗേന്ദ്രൻ ഡീൽ ഉറപ്പിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അതുപോലെ മൂർത്തി ജ്വല്ലറിയുടെ ഓഹരി കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു, AN ജ്വല്ലറിയുടെ ഓഹരി ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോഴത്തേക്കും അവന്തികയും റൂമിലോട്ട് വരും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്തായി എന്ന്. അന്നേരം മോളെ നീ വിഷമിക്കേണ്ട, നിൻ്റെ ടെൻഷനൊക്കെ മാറ്റി വെച്ചു, നമ്മൾ ആ ഡീൽ ഉറപ്പിച്ചു എന്ന് പറയുമ്പം അവന്തിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. ഇതെന്താ ഈ പറയുന്നത്, ഇതെങ്ങനെ സാധിച്ചു? അച്ഛനല്ലേ പറഞ്ഞത് ആദർശേട്ടൻ അവിടെ ആ കോൺഫറൻസ് ഹാളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആദർശേട്ടനെ ഡീൽ ഉറപ്പിക്കുള്ളൂ എന്ന്. എന്നിട്ടിപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിരുന്നല്ലോ അവൻ അവിടെ എത്തിയാൽ അവൻ ഡീൽ ഉറപ്പിക്കുമെന്ന്. പക്ഷേ അവനെ അവിടെ ഞാൻ എത്തിച്ചില്ല. അതിനിടയ്ക്ക് അച്ഛൻ ഒരു കളി കളിച്ചു. അച്ഛൻ്റെ ഒരു പെൺകുട്ടി അവൻ്റെ മുന്നിലേക്ക് ചെന്നു, സ്റ്റാൻലി മാർട്ടിൻ്റെ PRO ആണ് എന്ന് പറഞ്ഞ്. അവളാണ് പിന്നീട് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചത്. അവൾ ആദർശനെ കുടിക്കാനായിട്ട് ഒരു ജ്യൂസ് കൊണ്ട് കൊടുത്തു. അത് കുടിച്ചു കഴിഞ്ഞ് അവൻ എഴുന്നേൽക്കുന്നത് ഇന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. ഏതായാലും വിജയത്തിന് വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകും മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവന്തിക്ക് ഭയങ്കര സന്തോഷം. അവന്തിക പറയുന്നുണ്ട്, ഏതായാലും ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ അമ്മയും എൻ്റെ ഏട്ടനെയും ഒക്കെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ അവരെ സങ്കടപ്പെടുന്ന എല്ലാവരും കൂട്ടത്തോടെ ഇരുന്ന് കരയുന്നത് എനിക്ക് കാണണം എന്ന് പറയുന്നുണ്ട്. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഉറപ്പായിട്ടും ഇനി മോൾ അങ്ങോട്ട് കാണാൻ പോകുന്നത് അതൊക്കെ തന്നെയായിരിക്കും. ഇനി മൂർത്തി ജ്വല്ലറി തകർന്നടിയും, മോള് കണ്ടോ, ഇനി ഓരോ നിമിഷവും അവരുടെ ഓഹരി ഇടിഞ്ഞുകൊണ്ടിരിക്കും, അതനുസരിച്ച് നമ്മളുടെ ഓഹരി ഉയർന്നുകൊണ്ടിരിക്കും എന്നൊക്കെ പറയുന്നതെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അവന്തികയ്ക്ക്. അവന്തിക അച്ഛന് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട്, തുള്ളിച്ചാടുവാണ്. അതിനിടയ്ക്ക് അവന്തിക ചോദിക്കുന്നുണ്ട്, ഈ വിവരം വീട്ടിലുള്ളവരെ അറിഞ്ഞു കാണുമോ എന്ന്. അന്നേരം നാഗേന്ദ്രൻ പറയും, പിന്നല്ലാണ്ട് ആ ഡീൽ ഉറപ്പിച്ച നിമിഷം കാര്യങ്ങളൊക്കെ മൂർത്തി അറിഞ്ഞു കാണും, അവിടുത്തെ ആണുങ്ങളെല്ലാം അറിഞ്ഞു കാണും, പിന്നെ പെണ്ണുങ്ങൾ അറിഞ്ഞു കാണുമോ എന്ന് അറിയത്തില്ല. കാരണം ഇത് അവരെ പെട്ടെന്ന് അറിയിക്കാൻ പറ്റുന്ന ഒരു വിവരമല്ലല്ലോ, തകർന്നടിയാൻ പോവുമല്ലേ, അതുകൊണ്ട് അതിൻ്റെ വിഷമം കാണും അവർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുവാണ് അവന്തിക. ഇനി വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എല്ലാത്തിൻ്റെ കൂട്ട കരച്ചിൽ കാണാലോ എന്നോർത്ത്. അതിനിടയ്ക്ക് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി ആദർശിനെ ആ കമ്പനിയിൽ മൂർത്തി വെച്ച് പൊറപ്പിക്കില്ല എന്ന്. അന്നേരം അങ്ങനെയൊന്നും മുത്തശ്ശൻ ചെയ്യില്ല, കാരണം മുത്തശ്ശന് അത്രത്തോളം ഇഷ്ടമാണ് ആദർശേട്ടനെ എന്ന് പറയുമ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ആദർശിനെ സ്നേഹിക്കുന്ന മുത്തശ്ശനെ മാത്രമേ മോള് കണ്ടിട്ടുള്ളൂ, വേറൊരു മുഖം കൂടി മൂർത്തിക്കുണ്ട്. മൂർത്തി സ്നേഹബന്ധം ഒരിക്കലും ബിസിനസ്സുമായിട്ട് കൂട്ടിക്കുഴയ്ക്കില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും ആദർശിനെ ഇനി ആ കമ്പനിയിൽ മൂർത്തി വെച്ച് ഉറപ്പിക്കത്തുമില്ല, അവന് ഇനി മൂർത്തി വിശ്വസിക്കത്തുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നാഗേന്ദ്രൻ. പിന്നെ കാണിക്കുന്നത് ജയനെയാണ്. ജയനും അജയനും ഒക്കെ വിവരങ്ങൾ അറിഞ്ഞു. അവർക്ക് ഭയങ്കര ടെൻഷനിലാണ്. മൂർത്തി ജ്വല്ലറി തകർന്നടിഞ്ഞ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു. അച്ഛനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഓർത്ത് അവർ വിഷമിച്ച് നിൽക്കുവാണ്. അന്നേരം അജയൻ പറയുന്നുണ്ട്, ഇനി ആദർശിനെ അച്ഛൻ വിശ്വസിക്കും എന്ന് തോന്നുന്നില്ല. അവനിലുള്ള വിശ്വാസം അച്ഛന് പോയാൽ ഇനി എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ജയൻ പറയുന്നുണ്ട്, നമുക്ക് പോലും ഇനി അവൻ്റെ കാര്യത്തിൽ വലിയ വിശ്വാസമില്ല. പിന്നെ അച്ഛനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി കമ്പനിയുടെ കാര്യത്തിൽ അച്ഛൻ വേറെ എന്തെങ്കിലും തീരുമാനമെടുക്കും. ഒരു കാരണവശാലും അച്ഛൻ ഇത് പൊറുക്കത്തില്ല. ഇത്രയും വലിയൊരു ഡീല്, അതിൻ്റെ പ്രാധാന്യം അവന് നന്നായിട്ട് അറിയാം. എന്നിട്ടും എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമത്തിലാണ് രണ്ടുപേരും. ഇതുപോലെ മുംബൈയിൽ എന്ത് സംഭവിച്ചു എന്നറിയാതെ ആകെ വിഷമിച്ചിരുന്ന അബിക്ക് ഡേവിഡിൻ്റെ ഫോൺ കോൾ വരുവാണ്. ഡേവിഡ് അബിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഈ പ്രാവശ്യം നമുക്ക് നിരാശയല്ല കേട്ടോ, ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡീല് നമ്മൾ ഉറപ്പിച്ചു എന്ന് പറയുമ്പോൾ അബിക്ക് അങ്ങ് വിശ്വാസം വരുന്നില്ല. സാറേ, ദുബായിലെ പോലെ ഇനി ഒരു മുഹൂർത്തത്തിൽ അവനിങ്ങ് കയറി വരുമോ എനിക്ക് ഡീല് കിട്ടിയെന്ന് പറഞ്ഞ്, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പം അങ്ങനെ പറയുന്നുണ്ട്, അതേതായാലും സംഭവിക്കാൻ പോകുന്നില്ല, കാരണം ആ ഡീലിൽ സൈൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത് എന്ന് പറയുക. അപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം അബിക്ക്. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, നീ ഷെയർ മാർക്കറ്റ് എടുത്ത് നോക്കാൻ മേലായിരുന്നോ, മൂർത്തി ജ്വല്ലറിയുടെ ഷെയർ കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവിടെ മുന്നോട്ട് പോകുന്നത്
എൻ ജ്വല്ലറിയാണ്, അത് ശ്രദ്ധിച്ചാൽ തന്നെ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ എന്ന് പറയുന്നു. അന്നേരം അഭി പറയുന്നുണ്ട് ഡേവിഡിനെ ഒന്ന് കാണണമെന്ന്. അന്നേരം ഡേവിഡ് പറയും കാണാം, പിന്നെ കാണാൻ വേണ്ടി നീ ഇപ്പോൾ പരിശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം നിൻ്റെ ഭാര്യയാണ് എൻ ജ്വല്ലറിയുടെ മോഡൽ. നമ്മൾ 5 വർഷത്തേക്കാണ് അമേരിക്കൻ കമ്പനിയായിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് നവ്യയ്ക്ക് കിട്ടും, അതുപോലെ തന്നെ നിനക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. അതുകൊണ്ട് അവിടുന്ന് ചാടാനൊന്നും ശ്രമിക്കേണ്ട, തകർന്നുകൊണ്ടിരിക്കുന്ന മൂർത്തി ജ്വല്ലറി തന്നെ നീ പിടിച്ചു നിൽക്കണം. അവിടുത്തെ രഹസ്യങ്ങളൊക്കെ നീ ഇങ്ങോട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ അത്രയും ചെയ്താൽ മതി എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് അതിപ്പം സാറ് പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ അതൊക്കെ ചെയ്തു തന്നേനെ എന്ന്. എന്നിട്ട് അഭി ചോദിക്കും സാർ എന്തിനാ എന്നോട് ഇതുപോലെ ഒരു അനുകമ്പയും സ്നേഹമൊക്കെ കാണിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല, അതിന് കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പം അങ്ങേര് പറയുന്നുണ്ട് അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അവിടെ ആരൊക്കെയാണ് മൂർത്തി ജ്വല്ലറിയിൽ ആരൊക്കെയാണ് ശ്വാസം മുട്ടി നിൽക്കുന്നത്, ഇഷ്ടമില്ലാതെ നിൽക്കുന്നത് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതിലൊന്നാം സ്ഥാനം നിനക്കാണ്. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞങ്ങൾ കൂടെ കൂട്ടാൻ ശ്രമിച്ചത്. പിന്നെ ആ വീട്ടിൽ പോലും നിനക്കും നിൻ്റെ അമ്മയ്ക്കും ഒന്നും നിലനിൽപ്പില്ല എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെയുള്ളവരെ ഞങ്ങൾ അവിടുന്ന് അടർത്തി മാറ്റും, നിങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങൾ തരും. എന്തൊക്കെ സംഭവിച്ചാലും മൂർത്തി ജ്വല്ലറിയുടെ നാശം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ പറയുമ്പം അഭി പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഞാൻ കൂടെ നിൽക്കും സാറേ എന്നൊക്കെ പറഞ്ഞ് അവർ ഫോം വയ്ക്കുന്നു. ഫോം വയ്ക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ജലജ വരുന്നുണ്ട്. ജലജയോട് ഈ വിവരങ്ങൾ പറയുമ്പോൾ ജലജയ്ക്ക് അത്ര വിശ്വാസമില്ല, കാരണം അന്ന് ദുബായിൽ ജയിലിലാണ് ആദർശ് എന്ന് പറഞ്ഞിട്ട് അതങ്ങ് നടന്നില്ലല്ലോ, അതുകൊണ്ട് വലിയ വിശ്വാസമില്ല. അന്നേരം അഭി പറയുന്നുണ്ട് അമ്മ ഇത് സത്യമായിട്ട് നടന്ന കാര്യം തന്നെയാണ്, ഇത് ഈ ഫോണിൽ നോക്കുക എന്ന് പറഞ്ഞ് ഫോണിൽ മൂർത്തി ജ്വല്ലറിയുടെ ഓഹരി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ വാർത്തയൊക്കെ കാണിക്കുന്നുണ്ട്. അന്നേരം ജലജയ്ക്ക് ഇത്തിരി സമാധാനമായി. ജലജ പറയുന്നുണ്ട് അയാൾ ഇതിനു മുമ്പ് പറ്റിച്ചതുകൊണ്ട് എനിക്കത്ര വിശ്വാസമില്ലായിരുന്നു, ഏതായാലും അവൻ തോറ്റു തുന്നം പാടി ഇവിടെ വന്ന് കയറുന്നതും സങ്കടപ്പെട്ട് നിൽക്കുന്നതും ഒക്കെ എനിക്ക് കാണണം, അതെൻ്റെ ഒരു വലിയ സന്തോഷമാണ്, എൻ്റെ ആഗ്രഹമാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ജലജ. അങ്ങനെ ആദർശ് തോറ്റു തുന്നം പാടി സങ്കടപ്പെട്ട് വരുന്ന കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ജലജയും അഭിയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.